ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളതൊരു വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രൈമറിൻ്റെ വീഡിയോ ആയിട്ടാണ്. പ്രൈമർ എന്ന് വെച്ചാൽ നമ്മളുടെ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ ആ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ നമ്മളുടെ മുഖത്ത് നന്നായി സെറ്റായിരിക്കാനും അതുപോലെ ഫൗണ്ടേഷനൊക്കെ ഇടുന്നത് നമ്മുടെ സ്കിന്നിനെ അഫക്റ്റ് ചെയ്യാതിരിക്കാനും പിന്നെ നമ്മളുടെ ചെറിയ ചെറിയ കുഴികളും അതുപോലെ ചെറിയ ചെറിയ റിങ്കിൾസൊക്കെ ഒന്ന് ഫെയ്ഡ് ആവാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ് ഈ പ്രൈമർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ പ്രൈമർ അപ്ലൈ ചെയ്തിരിക്കുന്ന അപ്ലൈ ചെയ്യാത്ത കയ്യുമാണ് ഇവിടെ കാണിക്കുന്നത് വീഡിയോയിൽ. അപ്പോൾ മുകളിൽ കാണുന്ന കയ്യിലാണ് കേട്ടോ ഞാൻ പ്രൈമർ അപ്ലൈ ചെയ്തത്. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ശരിക്കും അറിയാൻ പറ്റുന്നുണ്ടല്ലോ. പ്രൈമർ അപ്ലൈ ചെയ്ത കൈ നന്നായിട്ടൊന്ന് ബ്രൈറ്റൻ ആയിട്ടുണ്ട്, അതുപോലെ റിങ്കിൾസൊക്കെ ഒന്ന് ഫെയ്ഡായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബേസ് നമ്മളുടെ മേക്കപ്പിന് കൊടുക്കുന്ന ഒരു സംഭവമാണ് ഈ പ്രൈമർ. അപ്പോൾ അത് നമുക്ക് പ്രത്യേകം മാർക്കറ്റിൽ നിന്ന് വേറെ വാങ്ങിക്കുകയൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ പ്രൈമർ ഉണ്ടാക്കാൻ വേണ്ടി ഫസ്റ്റ് തന്നെ ഒരു എംറ്റി കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ള കണ്ടെയ്നർ തന്നെ എടുക്കാൻ സൂക്ഷിക്കുക കേട്ടോ, കാരണം നമുക്കിത് കുറച്ച് നാൾ സ്റ്റോർ ചെയ്യണമല്ലോ. ഇനി നമ്മൾ മെയിനായിട്ട് എടുക്കുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മളുടെയൊക്കെ വീട്ടിലിപ്പോൾ സുലഭമായിട്ട് ഉണ്ടാവും, നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവേറ ജെല്ല്. നാച്ചുറൽ ആയിട്ടുള്ള അലോവേറ ജെല്ല് എടുക്കരുത്, മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നത് തന്നെ എടുക്കുക, എന്നാലാണ് നമുക്ക് കുറച്ച് നാൾ കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനകത്തുനിന്ന് ഒരു 1 ടേബിൾ സ്പൂൺ ഞാനിവിടെ എടുക്കുന്നുണ്ട്. ഇത് കളർലെസ് ആയിട്ടുള്ളത് മേടിക്കുകയാണെങ്കിൽ അതാണ് കേട്ടോ നല്ലത്, ഗ്രീൻ കളറൊന്നും ഉള്ളത് മേടിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ എന്താ അവിടെ 1 ടേബിൾ സ്പൂൺ ആ കണ്ടെയ്നറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുക്കുന്നത് ഇവിയോണ്ട ഒരു വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതില്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, സ്കിപ്പ് ചെയ്യാം കേട്ടോ, ചേർക്കുന്നത് നല്ലതാണ്. ഇനി നമ്മൾ ചേർക്കുന്നത് ഗ്ലിസറിനാണ്. അപ്പോൾ ഗ്ലിസറിൻ ഞാനിവിടെ 1 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്ലിസറിന് പകരം റോസ് വാട്ടർ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ ഗ്ലിസറിനും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ സ്കിന്നിന് നല്ല പ്രൊട്ടക്ഷൻ നൽകുന്നതാണ്. ഇനി നമ്മൾ ചേർക്കുന്നത് നമ്മളുടെ സൺസ്ക്രീൻ ലോഷൻ. എല്ലാവരുടെ അടുത്തും കാണുമല്ലോ അല്ലേ സൺസ്ക്രീൻ ലോഷനൊക്കെ. അപ്പോൾ സൺസ്ക്രീൻ ലോഷനാണ് നമ്മളൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതില്ലെങ്കിലും കുഴപ്പമില്ല, വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, പക്ഷേ ചേർക്കുന്നത് നല്ലതാണ്, നമ്മുടെ സ്കിന്നിന് നല്ലൊരു പ്രൊട്ടക്ഷൻ കിട്ടും. പിന്നെ ഈ പ്രൈമർ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മോയ്സ്ചറൈസർ വേണ്ട, സൺസ്ക്രീൻ വേണ്ട. ഈ ഒരു പ്രൈമർ അപ്ലൈ ചെയ്തതിന് ശേഷം തന്നെ നമുക്ക് മേക്കപ്പ് ഇടാം. പ്രത്യേകം മോയ്സ്ചർ ചെയ്യുക, പിന്നെ സൺസ്ക്രീൻ ഇടുക, അതിൻ്റെ മുകളിൽ പ്രൈമർ ഇടുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാം ഈ ഒരൊറ്റ പ്രൈമറിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രൈമർ ഒരുപാട് യൂസ്ഫുള്ളായിരിക്കും മേക്കപ്പ് ചെയ്യുന്നവർക്കൊക്കെ. സിമ്പിളായിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്ത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോവുകയോ അല്ലെങ്കിൽ കോളേജിൽ പോവുകയൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല സിമ്പിളായിട്ടുള്ള ഒരു പ്രൈമറാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ എൻ്റെ കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. വളരെ കുറച്ച് മാത്രം നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അതേപോലെ തന്നെ നമ്മളിതൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. അതിനുശേഷം ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വേണം BB ക്രീമോ CC ക്രീമോ ഫൗണ്ടേഷനോ എന്ത് തന്നെയാണെങ്കിലും ഇടാനായിട്ട് കേട്ടോ. അപ്പോൾ 5 മിനിറ്റ് വെയിറ്റ് ചെയ്താലേ ഇത് നന്നായിട്ട് വലിയുള്ളൂ. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ലൊരു വ്യത്യാസം വന്നിട്ടുണ്ട് കയ്യിന്. 2 കൈയും തമ്മിൽ നോക്കി കഴിഞ്ഞാൽ നന്നായിട്ട് അറിയാൻ പറ്റും, നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട്, റിങ്കിൾസൊക്കെ ഒന്ന് ഫെയ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ നോക്കി നോക്കൂ, നിങ്ങൾ എന്ത് മേക്കപ്പ് ആണെങ്കിലും ചെയ്ത് നോക്കൂ, നന്നായിട്ട് മേക്കപ്പ് സെറ്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. ഇനി ഞാൻ കാണിക്കുന്നത് എൻ്റെ കസിൻ സിസ്റ്റേഴ്സിൻ്റെ 2 മക്കളുണ്ട്, ബാലുവും കിച്ചും. അപ്പോൾ അവരുടെ ചാനലാണ് VJ ടെക് ആൻഡ് വ്ളോഗാണ് ബാലുവിൻ്റെ ചാനൽ, കിച്ചുവിൻ്റെ ചാനലാണ് കിച്ചൂസ് ടോക്സ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി നോക്കി വീഡിയോസ് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.